السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: فإن خياركم أحسنهم قضاها. رواه البخاري ومسلم. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹായ ഹദീസാണ് ഓതി കേൾപ്പിച്ചത്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വലിയൊരു ആശയമുണ്ട്, വലിയൊരു നല്ല ഗുണം, ഒരു സ്വഭാവം, മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ട, സ്വീകരിക്കേണ്ട ഒരു സ്വഭാവത്തെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി തന്നെ ഹദീസ് പഠിപ്പിക്കുന്നത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി നമ്മൾ ഒരുപാട് കേട്ട സ്വഹാബിയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ, അത് രണ്ടും റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയും ആ രണ്ട് കാര്യങ്ങളും ദുനിയാവിൽ തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അതിലൊന്ന്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മുശ്രിക്കത്തായിരുന്നു. അബൂ ഹുറൈറ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഏറ്റവും വലിയ പ്രയാസം ഉമ്മ മുശ്രിക്കത്താണ് എന്നുള്ളതാണ്. അങ്ങനെ നിരന്തരം ഉമ്മയോട് ദഅവത്ത് ചെയ്യും, സംസാരിക്കും, ഒരു ഫലം കണ്ടില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കരഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ പറഞ്ഞു: റസൂലേ, എൻ്റെ ഉമ്മ മുസ്ലിമത്തായിട്ട് എനിക്കൊന്ന് കാണണം, മുവഹിദത്തായിട്ട് കാണണം. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു. ദുആ സന്തോഷ വാർത്തയായി കേൾക്കുകയും അബൂ ഹുറൈറ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മുസ്ലിമത്തായ ഉമ്മയായിരുന്നു അബൂ ഹുറൈറ വീട്ടിലേക്ക് സ്വീകരിച്ചിരിക്കിയത്. അദ്ദേഹം ഭയങ്കര സന്തോഷമുണ്ടായി, റാഹത്തുണ്ടായി മനസ്സിൽ. പിന്നെ റസൂലുള്ളാഹി തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു: എൻ്റെ ഉമ്മ മുസ്ലിമത്തായി, മുവഹിദത്താണ്. രണ്ടാമതൊരു കാര്യം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹം പറഞ്ഞു: എൻ്റെ ഉമ്മ അതേപോലെ തന്നെ നമ്മൾ രണ്ടുപേരെയും മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ഇഷ്ടമിട്ട് കൊടുക്കണ റസൂലെ, അതിനുവേണ്ടി അങ്ങ് ദുആ ചെയ്യണം എന്ന് റസൂലുള്ളാഹി ആവശ്യപ്പെടും. റസൂൽ ദുആ ചെയ്യും: അല്ലാഹുമ്മ ഹബ്ബിബ് അബാ ഹുറൈറത വ ഉമ്മഹു ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഈ രണ്ടുപേരും സ്നേഹം കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്യുകയും അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്യും. ഇന്നും മുഅ്മിനീങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: സഹാബാക്കളെ സ്നേഹിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്. സഹാബാക്കളോട് ദേഷ്യം പിടിക്കുന്നതും അവർ വെറുപ്പോടുകൂടി കുറ്റം പറയുന്നതും നിഫാഖിന്റെ, മുനാഫിക്കിന്റെ, കപടവിശ്വാസത്തിന്റെ അടയാളമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ആ സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നമ്മൾ ഒരുപാട് കേട്ടതാണ് അബൂ ഹുറൈറയെ സംബന്ധിച്ച്. ഈ ഹദീസിന് ഒരു പശ്ചാത്തലമുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലേക്ക് ഒരു അറാബി കടന്നു വന്നു. റസൂലുള്ളാഹി തങ്ങൾ ആ അറാബിയിൽ നിന്നും ഒരൊട്ടകത്തിനെ കടം വാങ്ങിയിരുന്നു, ഉളഹിയത്ത് ഇറക്കുന്നതിന് വേണ്ടി. ചില റിപ്പോർട്ടുകൾ അതല്ലാത്ത മറ്റാവശ്യത്തിന് വേണ്ടിയാണെന്നും കാണാം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ ആ അറാബി വന്നിട്ട് പറഞ്ഞു: കടം തിരിച്ചു തരാനുള്ള സമയമായി, എന്റെ കടം എനിക്ക് തിരിച്ചു വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖാദിമായ, സേവകനായ അബൂ റാഫിയോട് പറഞ്ഞു: അങ്ങാടി പോയിട്ട് അദ്ദേഹത്തിന്റെ ഒട്ടകം, അതേപോലത്തെ ഒട്ടകത്തിന് വാങ്ങിയിട്ട് കൊണ്ടുപോവാ, അദ്ദേഹത്തിന് കടം വീട്ടാൻ. ഹദീസിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ പ്രായം 25 വയസ്സിന്റെ അടുത്തുള്ള പ്രായം. അങ്ങനെയുള്ള ഒരു ഒട്ടകത്തിന് അദ്ദേഹം റസൂലുള്ളാഹിക്ക് കടം കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏകദേശം 25 വയസ്സിന് പ്രായമുള്ള ഒട്ടകത്തെ വാങ്ങി വരാൻ വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞയച്ചു അബൂ റാഫിയെ. അബൂ റാഫി അങ്ങാടിയിൽ ചെന്നു, ഒട്ടകത്തെ കിട്ടാനില്ല. അതേ പ്രായത്തിൽ ഒട്ടകത്തെ കിട്ടാനില്ല. തിരിച്ച് റസൂലുള്ളാഹി വന്നിട്ട് പറഞ്ഞു: അങ്ങനത്തെ ഒട്ടകം കിട്ടാനില്ല, അതിനേക്കാൾ നല്ല മുന്തിയ ഒട്ടകമാണ് അങ്ങാടിയിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ റാഫിയോട് പറഞ്ഞു: നീ ആ ഒട്ടകത്തിനെ വാങ്ങും, എന്നിട്ട് അത് അദ്ദേഹത്തിന് കടമായി തിരിച്ചു കൊടുക്കും. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ വാങ്ങിയത് ഒരു 25 വയസ്സ് വരുന്ന ഒട്ടകം, തിരിച്ചു കൊടുത്തത് അതിനേക്കാൾ നല്ലതിനാണ് തിരിച്ചു കൊടുത്തത്. അപ്പൊ ആ അറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഖദ് ഔഫൈതനി ഖദ് വഔഫ അല്ലാഹു ലക. നിങ്ങൾ ഞാൻ തന്നതിനേക്കാൾ നല്ലത് എനിക്ക് തിരിച്ചു തന്നു, അല്ലാഹു നിങ്ങൾക്കും തിരിച്ചു തരട്ടെ എന്ന് അറാബി ദുആ ചെയ്തു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഫഇന്ന ഖിയാറകും അഹ്സനുകും ഖദാഅ.
നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് കടം തിരിച്ചു കൊടുക്കുമ്പോൾ നല്ല രൂപത്തിൽ കൊടുക്കുന്നവനാണ് എന്ന്. 2-3 ഹുക്കുമുകൾ ഈ ഹദീസ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, കടത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച്. വേറെ റിപ്പോർട്ടിൽ കാണാം, ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലേക്ക് ഒരു അറാബി കടന്നു വന്നിട്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് അദ്ദേഹം വന്നത്. ചൂടായി വന്ന് റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ കടം തിരിച്ചോണ്ടാണ്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിന്റെ ദേഷ്യം പിടിച്ചു. അവരെഴുന്നേറ്റു മറ്റേ വന്ന അറാബിയെ ആക്രമിക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന ലികുല്ലി ഹഖ്ഖിൻ മഖാല. കടം കൊടുത്ത ആള് അയാൾക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതിന്റെ സമയമായാൽ അത് ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തിന് കടം പെട്ടെന്ന് വീടുക എന്ന് പറഞ്ഞ റസൂൽ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി സഹാബാക്കൾ. ഇവിടെ കടത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ് റസൂൽ പഠിപ്പിക്കുന്നത്. കടം വാങ്ങാം, കടം അനുവദിച്ചതാണ്, അനുവദിച്ചതാണ്. പക്ഷെ അത് ആവശ്യത്തിനായിരിക്കണം, അത്യാവശ്യത്തിനായിരിക്കണം. ഇസ്രാഫിന് വേണ്ടി കടം വാങ്ങാൻ പാടില്ല. അതേപോലെ കണ്ടതിനും കേട്ടതിനൊക്കെ കടം വാങ്ങാൻ പാടില്ല. കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം, പ്രയാസപ്പെടണം, പ്രശ്നമൊന്നുമില്ല. പട്ടിണി കടന്ന് അങ്ങ് അവസാനത്തുമ്പേ കടം വാങ്ങാൻ പറ്റും. കണ്ടതിനൊക്കെ കടം വാങ്ങിയാൽ അതൊരു ദുസ്വഭാവമാണ്. അവസാനം നമുക്ക് എതിരെ തിരിയും. കടത്തിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു ഷഹീദ്, റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി ഷഹീദായി. ആ സഹാബിയെ നിസ്കരിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു ഷഹീദിന്റെ ആദ്യത്തെ രക്തത്തുള്ളി ഭൂമിയിലേക്ക് വീഴുന്നതോടുകൂടി അവൻ ചെയ്ത സകല പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. പിന്നെയുള്ള ഓരോ തുള്ളി രക്തത്തിനും അവന്റെ ദറജ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഉയർത്തി കൊടുക്കുന്നതാണ്. ഇല്ലത്തെ കടം പുറത്തു കൊടുക്കൂല. കാരണം അത് മനുഷ്യനുമായിട്ടുള്ള ഇടപാടാണ്. അള്ളാഹുമായിട്ടുള്ള ഇടപാടിന്റെ അസ്ല് അള്ളാഹു കരീമാണ്, റഹീമാണ്, റഹ്മാനാണ്, നമുക്ക് പുറത്തു തരും. പക്ഷെ മനുഷ്യന്മാരങ്ങനെയല്ല. മനുഷ്യന്റെ ഇടപാട് പൂർത്തിയാക്കിയാലേ ആ വിഷയത്തിൽ അള്ളാഹു ഇടപെടും. അല്ലെങ്കിൽ ദുനിയാവ് ആഖിറത്ത് നമ്മളെ പിടിക്കും. മനുഷ്യന്മാർ മഖ്ലൂഖിനുള്ള ഇടപാടുകളൊക്കെ പൂർത്തീകരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹത്തിന് കടമുണ്ട്, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കൂല. റസൂൽ മാറി. സല്ലു അലാ അഖീക്കും, നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾ നിസ്കരിച്ചു, ഞാൻ നിസ്കരിക്കൂല. മയ്യത്ത്. റസൂൽ മാറിയിരുന്നു. ആ കടത്തിന്റെ ഗൗരവം ആലോചിക്കണം. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, റസൂലെ നിങ്ങൾ നിസ്കരിച്ചോ? ആ കടം ഞാൻ ഏറ്റെടുത്തു, ഞാൻ വീടിക്കോളാം കടം. അങ്ങനെ റസൂൽ നിസ്കരിച്ചു. ആ സഹാബി പറയണം, പിറ്റത്തെ ദിവസം രാവിലെ ഫജ്ർ നിസ്കാരത്തിന് ശേഷം പെട്ടെന്ന് റസൂൽ എഴുന്നേറ്റ് എന്നെ ഇങ്ങനെ നോക്കി, സഫിലുണ്ടോ? എന്നെ കണ്ടപ്പോ വിളിച്ചു. മുഖം ചുവന്ന രൂപത്തിൽ റസൂൽ ചോദിച്ചു, ആ കടം വീടിയോ? അപ്പൊ സഹോദരൻ, ഇല്ല, ഞാൻ നേരം കൊടുത്തോട്ടെ, ഞാൻ വീടിക്കോളാം. പിന്നെ റസൂൽ എന്നെ കണ്ടു. ഇപ്പൊ ചോദിച്ചു, കടം വീടിയോ എന്ന് റസൂൽ ആവർത്തിച്ച് എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കടം വീടി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇപ്പോഴാണ് ഖബറിൽ ആ മനുഷ്യന് സമാധാനം കിട്ടിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കടം വളരെ ഗൗരവമുള്ളതാണ്. വാങ്ങാം, അനുവാദമാണ്, അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം. കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുന്നതിന് മര്യാദയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തിരിച്ചു കൊടുക്കുമ്പോൾ വേറെ കൂട്ടിക്കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. അപ്പം ചില ചോദിക്കും, പലിശയാകൂലേ? പലിശ എന്ന് പറഞ്ഞാല് ഞാൻ 100 രൂപ കടം കൊടുക്കുന്ന സമയം ഞാൻ പറയും, തിരിച്ചു തരുമ്പോൾ 110 വേണം. ഇനി ഈ സമയത്ത് തരാൻ പറ്റിയില്ലേ, ജനുവരി 1-ാം തീയതി തരാൻ പറ്റിയില്ലേ, പിന്നെ തരാം. പക്ഷെ തരുന്നതനുസരിച്ച് ഓരോ മാസം കൂടുന്നതനുസരിച്ച് 10 രൂപ കൂട്ടി തരണം. അതാണ് പലിശ. അതല്ലാതെ എന്റെ തൃപ്തിയോടെ, എന്റെ സന്തോഷത്തെ, എനിക്ക് പട്ടിണി കിടക്കുമ്പോൾ സഹായിച്ച ആളല്ലേ, അപ്പൊ തിരിച്ച് നല്ല രൂപത്തിൽ കടം തിരിച്ചു വിടുന്നത് അനുവദിച്ചതാണ്. അത് മുസ്തഹബാണ്. കടം വിടുമ്പോൾ നല്ല രൂപത്തിൽ വീടുന്ന പ്രശ്നമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ മറ്റൊരു കാര്യം, ഒരാൾ കടം വാങ്ങി, ആ കടം തിരിച്ചു കൊടുക്കേണ്ട സമയമാകുന്നതിന് മുമ്പ് അവന്റെ അടുക്കൽ പോയി ഉപദ്രവിക്കാൻ പാടില്ല. പെട്ടെന്ന് പറയാൻ പാടില്ല. സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ ചോദിക്കാൻ പറ്റും. അതിനു മുമ്പ് ചോദിക്കൽ അക്രമമാണ്, അവനെ പ്രയാസപ്പെടുത്തലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, നിങ്ങളുടെ കടത്തിന്റെ സമയമായ നിങ്ങൾക്ക് ചോദിക്കാം. അയാൾക്ക് തരാൻ പറ്റുന്നില്ല എങ്കിൽ കുറച്ചുകൂടി സമയം നീട്ടിക്കൊടുക്കാം. അത് നല്ല മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. എന്നിട്ടും തരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. അതിനേക്കാൾ നല്ല സ്വഭാവം വേറെ ഇല്ല. ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് കടം തിരിച്ചു അടക്കാൻ പ്രയാസപ്പെടുന്നവന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കലാണ്. കുറച്ചൊക്കെ പൈസയാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. കാരണം ആഖിറത്തിന് ഇരട്ടി അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. ഇതാണ് കടവുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത് മാത്രം റസൂൽ നിരന്തരമായി കടത്തിൽ നിന്ന് ദുആ ചെയ്യുമായിരുന്നു. കടത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി 3 കാര്യങ്ങൾ എപ്പോഴും ദുആ ചെയ്യുന്നു. ഒന്ന്,
പകർച്ചവ്യാധി, മാറാ രോഗങ്ങൾ. 2 കടം. 3 ഫഖർ, ദാരിദ്ര്യം. ഇതിന്നൊക്കെ റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും രക്ഷ തേടുമായിരുന്നു എന്നും ഹദീസിൽ കാണാം. പിരാന്ത് പോലെ, അതേപോലെ മറ്റു ബറസ്, വെള്ളപ്പാണ്ട് പോലെ, കുഷ്ഠരോഗം പോലെ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്നും റസൂൽ കാവൽ തേടിയിട്ടുണ്ട്. അതുപോലെ കടം കുന്നുകൂടുന്നതും കടം വാങ്ങാൻ ആവശ്യമായ സന്ദർഭം ഉണ്ടാകുന്നതിൽ നിന്നും റസൂൽ കാവൽ തേടിയിട്ടുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖർ, ദാരിദ്ര്യം ഉണ്ടാകുന്നതിൽ നിന്നും കാവൽ തേടിയിട്ടുണ്ട്. നമ്മളും ഈ 3 കാര്യത്തിൽ നിന്നും കാവലിനെ തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.